പോയി തല തുറത്ത്. സർവീസിന് വണ്ടി കൊടുത്തിട്ട് 2 ദിവസമായി. അല്ല, ആരാ ഇത്? സുഖമാണോ? സുഖം തന്നെ. മഴ നനഞ്ഞോ? എന്താ ഇത്ര വൈകിയത്? അത് കളയമേ, എനിക്ക് 2000 രൂപ വേണം. എന്തിനടി? കടമായിട്ട് തന്നാ മതി, ഞാൻ തിരിച്ചു തരാം. ദോ കണ്ടില്ലേ, ആ മരത്തെ കാഴ്ച തപ്പുണ്ട്, പറിച്ചെടുത്തോ. എന്റെ കെട്ടിയോന് കൊടുക്കാൻ വേണ്ടി ശ്രീധനെ കൂട്ടി വെച്ചിട്ടില്ലേ? 2 ലക്ഷോ 3 ലക്ഷോ അതീ നിങ്ങിതാ. മാനം മുട്ടിയങ്ങ് ഉയർന്നു പോയാലും സമ്മാനം വാങ്ങണമെങ്കിൽ താഴെ തന്നെ വരണം. അമ്മേ പോ. എന്തിരിക്കും താങ്ക് യുടാ, ഞാൻ പോവാ. പിന്നെ പോവാ. ജെന്റിൽമാൻ, നല്ല ക്യാരക്ടറാ. ഹലോ, അതെ നിങ്ങള്? അയ്യോ കൊള്ളാം, ഇത്ര പെട്ടെന്ന് അറിഞ്ഞോ? ഇതിനൊക്കെ ആരെങ്കിലും അഭിനന്ദിക്കോ? താങ്ക്സ്. അവിടെ നമ്മൾ കണ്ടില്ലേ, അയാളുടെ ഫ്രണ്ടാ. എങ്ങനെയൊക്കെയാ അഭിനന്ദിക്കണെന്ന് കണ്ടില്ലേ? എന്നാലും ഇത്രയും വേഗം നിനക്ക് പൈസ തന്നത് എങ്ങനെ അറിഞ്ഞു? ഹലോ, അതെ നിങ്ങള് തിരുവനന്തപുരത്തുനിന്നോ? ആ പറയൂ. ഈ കാലത്ത് ആർക്കാ ഇങ്ങനെ ഒരു മനസ്സുള്ളത്? ഇന്ത്യക്ക് വീണ്ടും ഒരു മദർ തെരേസയെ കിട്ടിയതേ ഞാൻ പറയൂ. ഇത് ഇന്ത്യക്കാര് മുഴുവൻ ആഘോഷിക്കേണ്ടതല്ലേ? സർക്കാർ എന്താ ഒരു ബഹുമതി തരാത്തത്? മീഡിയക്കാർ എന്താ ഇതൊക്കെ കാണാത്തത്? നിന്നെ വെറുതെ കളിയാക്കോടി. മാത്രം കണ്ടാ മതിയോ ടിവിക്കാര്? ഹലോ, എന്നെ പുകഴ്ത്തുവാണോ അതോ കളിയാക്കുവാണോ? കച്ചട കേസുകളാ. പ്ലീസ് കോൾ മീ. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പുറത്തു വരണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിൽ വരണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊരു സീറ്റ് ഉറപ്പാണ്. എടി, നീ വിചാരിക്കുന്ന പോലെ ഇവന്മാര് സാധാരണക്കാരല്ല. നാട് മുഴുവൻ പാട്ടായെന്നാ തോന്നുന്നത്. വേഗം ഫോൺ ഓഫ് ചെയ്തേക്ക്. ഇവനെയാണല്ലോ ഞാൻ ജെന്റിൽമാൻ എന്ന് വിചാരിച്ചത്. ഫോറിൻ കോൾ ആണല്ലോ. ഹലോ, നിങ്ങളാരാ? ശോഭകുമാരിയോ? എനിക്കോ? ആരാ? അറിയില്ല. ഹലോ, അമേരിക്കയെന്നോ? വേണ്ട, ഇനി ഞാൻ കരയാൻ പോവാ. നിന്റെ ഫോൺ നമ്പർ എങ്ങനെ അവന്മാർക്ക് കിട്ടിയത്? എന്താ അമ്മേ? ഏതോ ലയൺസ് ക്ലബ്ബിൽ നിന്നാണ് വിളിക്കുന്നത്. നിനക്കെന്തോ അവാർഡ് തരണമെന്ന്. ശനിദശ പിടിച്ചവനെ.